ഹായ് ഗൈസ്, അപ്പോൾ HTML എങ്ങനെയാണ് ഹൈപ്പർ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ നോക്കി. ഇനി HTML ലിസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ പല സാഹചര്യങ്ങളും നമുക്ക് ലിസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ഐറ്റംസ് കാണിക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു ലിസ്റ്റ് ആയിട്ട് എലമെന്റ്സ് കാണിക്കാനുള്ള സംഭവം അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു എലമെന്റ് ആണ് ലിസ്റ്റ് ടാഗുകൾ എന്ന് പറയുന്നത്. അതിന് എപ്പോഴും യൂസ് വരുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കൊമേഴ്സ് വെബ്സൈറ്റുകളായാലും അതല്ലെങ്കിൽ ഒരു നാബ് ബാർ ക്രിയേറ്റ് ചെയ്യണമെങ്കിലൊക്കെ അതിലുള്ള എലമെന്റ്സ് നമുക്ക് ലിസ്റ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ കൊമേഴ്സ് സാധനങ്ങളിൽ നമുക്ക് അതിലൊരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ലിസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമുക്ക് ലിസ്റ്റ് ടാഗുകളുടെ സഹായം യൂസ് ചെയ്യാം. അപ്പോൾ അത് ബൈ ഡീഫാൾട്ട് ആയിട്ട് ഒരു ലിസ്റ്റ് പോലെ എന്നൊരു ബിഹേവിയർ അതിന് ഓൾറെഡി ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചധികം CSS പ്രോപ്പർട്ടീസ് നമുക്ക് കട്ട് ഡൗൺ ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റുന്നതാണ് മേജർ ആയിട്ടുള്ള ഒരു ഉപകാരം. അപ്പോൾ ലിസ്റ്റ് യൂസ് ചെയ്യുന്ന ടാഗുകൾ ഏതൊക്കെയാന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് ആയിട്ട് വരുന്നത് അൺഓർഡേർഡ് ലിസ്റ്റ് ആണ്. പേര് പറയുന്ന പോലെ തന്നെ ഒരു ഓർഡർ കാണിക്കത്തില്ല. അപ്പോൾ ഫസ്റ്റത്തെ ഐറ്റം, സെക്കൻഡത്തെ ഐറ്റം, തേർഡ് ഐറ്റം അങ്ങനെ ഒരു ഓർഡർ കാണിക്കില്ല എന്നുള്ളതാണ് അൺഓർഡേർഡ് ലിസ്റ്റും ഓർഡേർഡ് ലിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. ഓർഡേർഡ് ലിസ്റ്റിന് ഐറ്റത്തിന്റെ നമ്പർ കാണിക്കും, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്ന് പറഞ്ഞിട്ട്. അൺഓർഡേർഡ് ആകുമ്പോൾ ആ നമ്പർ കാണിക്കില്ല, അതിന് പകരം ജസ്റ്റ് ഒരു ഐക്കൺ പോലെയാണ് കാണിക്കുന്നുണ്ടാവുക. അൺഓർഡേർഡ് ലിസ്റ്റിന്റെ ടാഗ് ക്രിയേറ്റ് യൂസ് ചെയ്യുന്ന ടാഗാണ് UL എന്നുള്ള ടാഗ്. ആ UL എന്നുള്ള ടാഗിന്റെ ഉള്ളിൽ ഓരോരോ ഐറ്റംസും LI എന്നുള്ള ടാഗിന്റെ ഉള്ളിൽ റാപ്പ് ചെയ്ത് കൊടുക്കും. ഇവിടെ ഞാൻ ടെക്സ്റ്റാ കൊടുത്തത്. നിങ്ങൾക്ക് എന്താണോ ഇപ്പോൾ ചില സമയങ്ങളിൽ HTML എലമെന്റ് ആയിരിക്കും ഒരു ലിസ്റ്റിൽ ഒരു ഐറ്റം ആയിട്ട് വരേണ്ടി വരിക. ചില സമയങ്ങളിൽ ഇമേജ് ആവാം. അപ്പൊ എന്താണോ നിങ്ങൾക്ക് അതിന്റെ ലിസ്റ്റിൽ ഐറ്റംസ് ആയിട്ട് വരേണ്ടത് അത് ആ ഒരു LI എന്നുള്ള ടാഗിന്റെ ഉള്ളിൽ റാപ്പ് ചെയ്യുക. അപ്പോൾ UL എന്നുള്ള ടാഗിനുള്ള ഒരു ആട്രിബ്യൂട്ട് ആണ് ടൈപ്പ് എന്ന് പറയുന്നത്. ഇത് യൂസ് ചെയ്യുന്നത് ഇത് സൈഡിൽ വരുന്ന ഐക്കൺസ് ഉണ്ടല്ലോ, അത് എന്താണെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ബൈ ഡീഫാൾട്ട് ഒരു HTML 3 വാല്യൂസ് ആണ് ഇതിൽ തരുന്നത്. ഒന്ന് സർക്കിള്, സ്ക്വയർ, പിന്നെ ഡിസ്ക് എന്നുള്ള. ഇപ്പോൾ സർക്കിൾ നോക്കുമ്പോൾ സർക്കിളായി മാറും, മറ്റേത് സ്ക്വയർ. ഡിസ്ക് ആകുമ്പോൾ അത് ഫിൽഡ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് കളർ ഫില്ല് ചെയ്തിട്ടുള്ള ഒരു സർക്കിളായിട്ട് അത് മാറും. അത്രയാണ് അതിന് ചേഞ്ച് ഉണ്ടാവുക. പിന്നെ ഓർഡർഡ് ലിസ്റ്റ് ആകുമ്പോൾ നേരെ ഈ സെയിം ബിഹേവിയർ തന്നെ അതിൽ നമ്പർ കാണിക്കും, ലിസ്റ്റിന്റെ സൈഡിലായിട്ട് നമ്പർ കാണിക്കും എന്നുള്ളത് മാത്രമാണ് അതിന്റെ ചേഞ്ച്. ഇപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് നമ്പർ അല്ല 1 2 3 അല്ല കാണിക്കേണ്ടി വരാം, ABCD ആകാം. ABCD ആണെങ്കിൽ ഇങ്ങനെ ടൈപ്പിൽ 1 എന്നുള്ളത് മാറ്റിയിട്ട് A എന്ന് കൊടുക്കുക. ബൈ ഡീഫാൾട്ട് ആയിട്ട് അത് 1 ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് 1 2 3 ആയിട്ടാണ് കാണിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ടൈപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. വേറെ ഏതൊക്കെ രീതിയിലാണ് കാണിക്കേണ്ടതെന്നുണ്ടെങ്കിൽ മാത്രമേ ടൈപ്പ് സ്പെസിഫൈ ചെയ്താൽ മതി. ഇപ്പോൾ ക്യാപിറ്റൽ A ലെറ്റേഴ്സ് ആയിട്ട് കാണിക്കാം, സ്മോൾ ലെറ്റർ A ലെറ്റേഴ്സ് ആയിട്ട് കാണിക്കാം. പിന്നെ ഐ നമ്മളെ എന്താ പറയാ, റോമൻ ലെറ്റേഴ്സ് സാധനങ്ങൾ, റോമൻ ലെറ്റേഴ്സ് യൂസ് ചെയ്യാം. റോമൻ ലെറ്റേഴ്സിന്റെ ക്യാപിറ്റൽ ലെറ്റർ സാധനങ്ങൾ യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും അവൈലബിൾ ആണ്. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇതിൽ ഇപ്പോൾ ആ ഒരു നമ്പേഴ്സ് വരുന്ന പോർഷനിൽ ഒരു ഐക്കൺ, ഒരു ഇമേജ് ആണ് കാണിക്കേണ്ടതെന്നുണ്ടെങ്കിൽ CSS പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ഐക്കണിന്റെ HTML തരുന്ന ഡിസൈൻ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ കസ്റ്റം സ്റ്റൈൽസ് ഒക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇതിൽ പെടാത്തൊരു കൈൻഡ് ഓഫ് ലിസ്റ്റ് ആണ് ഡെഫിനീഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കീവേഡ് അതിന്റെ ഡെഫിനീഷൻ, ഒരു കീവേഡ് അതിന്റെ ഡെഫിനീഷൻ, അങ്ങനെ വരുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് വെബ്സൈറ്റിൽ വരികയാണ്. ഒരു കീവേഡ് ഡെഫിനേഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കുറച്ച് കണ്ടന്റ് കാണിക്കണം. അപ്പൊ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാഗാണ് ഡെഫിനീഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. DL എന്ന് പറഞ്ഞ ടാഗിന്റെ പേര്, എന്നിട്ട് അതിന്റെ ഓരോരോ ടേമിനെ, അപ്പൊ ആ ഫസ്റ്റത്തെ ടേമിനെ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യണം. ഇപ്പൊ ഒരു ടേം ഉണ്ടാവും, അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും, അങ്ങനെയാണ് വരിക ഡെഫിനേഷൻ ലിസ്റ്റ് വരിക. അപ്പൊ അതിന്റെ ടേമിന് DT എന്നുള്ള ടാഗിന്റെ ഉള്ളിൽ റാപ്പ് ചെയ്യുക. അതേപോലെ അതിന്റെ ഡിസ്ക്രിപ്ഷൻ D എന്നുള്ള ഒരു ടാഗിന്റെ ഉള്ളിൽ റാപ്പ് ചെയ്യുക. എന്നിട്ട് ഇതിന്റെ ഒരു പെയർ ആയിട്ടാണ് ടോട്ടൽ ഇതിന്റെ ടാഗിനുള്ള എലമെന്റ്സ് നമ്മൾ കൊടുക്കുന്നുണ്ടാവുക. സോ ഇത്രയാണ് ലിസ്റ്റിലുള്ള നമുക്ക് വരുന്നത്. ലിസ്റ്റിൽ ടോട്ടലായിട്ട് നമ്മൾ HTML അവൈലബിൾ ആയിട്ടുള്ള ലിസ്റ്റുകൾ ഇത് മൂന്നുമാണ്. ഇതിൽ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യാനുള്ളത് ചില സമയങ്ങളിൽ നമുക്ക് ലിസ്റ്റിന്റെ ഉള്ളിൽ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണ്ടാവും. അതും പോസിബിൾ ആണ് HTML. ഞാൻ അവിടെ ഒരു എക്സാമ്പിൾ ഒരു ലിസ്റ്റ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ ഇതിന്റെ നെസ്റ്റഡ് ലിസ്റ്റ് എന്നാണ് പൊതുവെ നമ്മൾ പറയാം. ഒരു ലിസ്റ്റിനുള്ളിൽ ഒരു ലിസ്റ്റിനെ നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് വിളിക്കുന്നു. ഇതിൽ ഹോം, ലിസ്റ്റ്, ആഡ്, റിമൂവ്, അത് കഴിഞ്ഞതിന്റെ ശേഷം റിമൂവിന്റെ സബ് ലിസ്റ്റ് ആയിട്ട് വേറൊരു ലിസ്റ്റ് ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ, റിമൂവിന്റെ ഉള്ളിൽ വേറെ അൺഓർഡേർഡ് ലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഐറ്റം കഴിഞ്ഞിട്ട് നേരെ പുതിയൊരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു സബ് എലമെന്റ് ആയിട്ട് വരും. ഇതിന്റെ ഉള്ളിൽ എലമെന്റിന്റെ ഉള്ളിൽ ഇതിന്റെ ഉള്ളിലുള്ള, ഇപ്പൊ റിമൂവിന്റെ ഉള്ളിൽ ഒരു സബ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു, അതിനുള്ളിൽ ഹോം എന്നുള്ള ഒരു ഐറ്റം ഉണ്ടല്ലോ, ഞാൻ അതിന് സബ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ ടാഗ് കഴിഞ്ഞിട്ട് ഒരു ലിസ്റ്റ് കൊടുത്താൽ മതി. അപ്പോൾ സബ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യലൊക്കെ പോസിബിൾ ആണ്. നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാനൊക്കെ ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. സോ ഇത്രയാണ് HTML ലിസ്റ്റ് ടാഗിനെ കുറിച്ച് പറയാനുള്ളത്.
പിന്നെ ഇതിൻ്റെ എക്സ്ട്രാ ഡീറ്റെയിൽ സംഭവങ്ങളും ഇതിൽ എക്സ്ട്രാ ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ റെഫറൻസിന് വേണ്ടി ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സമയമുള്ളവർ അതൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് HTML ലുള്ള ടേബിൾ ടാഗ് നോക്കാം. ടേബിൾ ടാഗിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ താങ്ക്സ്.